ശബരിമല കട്ടളപ്പാള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. MG പ്രതീഷും AV ജയശങ്കറും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പ്രതീഷിലേക്ക് പോകുന്നു. പ്രതീഷ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു കവർച്ചാ കേസ് എന്നതിലുപരി വലിയ മാനങ്ങളുള്ള, വലിയ ഡയമെൻഷനുള്ള, ഇത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത്, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് കോടതിക്ക് പോലും സംശയം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കൊടും കവർച്ചയുടെ ഒരു കേസ് സംശയിക്കപ്പെടുന്ന കേസിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കുറേയധികം കാര്യങ്ങൾ SITക്ക് ഇല്ലേ പ്രതീഷ്? ഹഷ്മി, തീർച്ചയായും. കാരണം സ്വർണ്ണക്കൊള്ള കേസിൽ 4ാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് 3ാം പ്രതി എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു പ്രധാനമായും ഇതുവരെ ഉയർന്നിരുന്ന ചോദ്യം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം പത്തനംതിട്ട കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കും. നിർണായകമായൊരു നീക്കമാണ് ഈ SIT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ഘട്ടത്തിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലും എൻ വാസുവിന്റെ ഇടപെടലുകൾ ദുരൂഹമാണ്, സംശയകരമാണ് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വർണ്ണ കവർച്ചകൾക്കെല്ലാം തന്നെ വാസുവിന് അറിയാമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും D സുധീഷ് കുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് എൻ വാസുവിന്റെ പങ്ക് വന്നിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു ഇക്കാര്യങ്ങളെല്ലാം എൻ വാസുവിനെ അറിയാമെന്ന് ഈ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. അങ്ങനെയാണ് വീണ്ടും എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് വലിയ ദുരൂഹത ഉയർത്തിയത്. കാരണം ഈ നേരത്തെ ഉണ്ടായിരുന്ന അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിച്ച സ്വർണം ബാക്കിയുണ്ടെന്നും അത് നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിക്കട്ടെ എന്നുമുള്ള ഒരു അനുമതിയാണ് മെയിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചത്. പക്ഷേ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുകയോ ഏതെങ്കിലും തരത്തിൽ സ്വർണം അവിടെ നിന്ന് കവർച്ച പോയിട്ടുണ്ടോ എന്ന കാര്യം ഈ ഭരണസമിതിയുടെ തലപ്പത്തെത്തിയിട്ടും എൻ വാസു അന്വേഷിച്ചില്ല, പരിശോധിച്ചില്ല. അതൊക്കെ തന്നെ വലിയ സംശയം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇവരുടെ ചോദ്യം ചെയ്യലിൽ 2019 മാർച്ച് 19 സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഈ എൻ വാസു ബോധപൂർവമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതുൾപ്പെടെ ഈ കേസിൽ എൻ വാസുവിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന വാസുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ളൊരു നീക്കം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. എൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് മറ്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഒരുപക്ഷെ അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം അന്വേഷണം നടക്കുന്നു, എന്തുകൊണ്ട് ഭരണതലപ്പത്തെ തൊടാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് പിറ്റേ ദിവസമുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.